ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം. ഞങ്ങൾക്കൊരു കാര്യം കഴിഞ്ഞിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ചെമ്പരത്തിൻ്റെ ചെടി കണ്ട? ചെടി എന്ന് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ ഒരു മരമായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. എന്താണ് മനസ്സിലായ? ഈ ചെമ്പരത്തി ചെടിയിൽ രണ്ട് തരം ചെമ്പരത്തി ഉണ്ട്. ചുവപ്പ് കളർ തന്നെയാണെങ്കിലും രണ്ട് തരമുണ്ട്. ഇതിപ്പം നോക്കറാ, ഇതിപ്പോൾ ഒരു 5 ഇതളിലെ ചെമ്പരത്തിയാണ്. പക്ഷെ ഇപ്പുറം നോക്കറാ, ഇതിങ്ങനെ അന്ന് ഇതിന് പറയാനറിയില്ല, ഇരട്ട ചെമ്പരത്തി. ഏതാ ഇതിങ്ങനെ ആയിട്ടില്ലതാന്ന്. എന്താ ഈ ചെമ്പരത്തിൻ്റെ വ്യത്യാസം കണ്ട? ഇത് രണ്ടും ഒരു ചെമ്പരത്തിയിലാണ് ഉണ്ടായിരുന്നെ. നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യോ ബഡ് ചെയ്യോ ഒന്നും ചെയ്തതൊന്നല്ല. ഇതിങ്ങനെ ആയെന്ന് നമുക്കറിയില്ല. ഇതിൽ ചെമ്പരത്തി വിരിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ കാണുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ എന്താ ഈ ഒരു കൊമ്പ് കണ്ട? ഈ ഒരു കൊമ്പ് കണ്ട? ഈ ഒരു കൊമ്പിൽ മാത്രമേ ഈ ഒരു ചെമ്പരത്തി വിരിയുള്ളൂ, ഈ 5 ഇതളിലെ ചെമ്പരത്തി. പക്ഷേ ഈ ചെമ്പരത്തി എല്ലായിലും വിരിയും, ഇത് എല്ലാവരുടെയും വിരിയും. പക്ഷേ ഈ ചെമ്പരത്തി ഇത് ഈ ഒരു കൊമ്പിൽ മാത്രമേ വിരിയുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ താഴോട്ട് കാണിച്ചു തരാം. ഇതാ ഇടേടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണൂല. കണ്ടോ ഇതൊന്നും ഗ്രാഫ്റ്റ് ചെയ്തതല്ലേ. ഫോക്കസ് ആവുന്നില്ല, ഫോക്കസ് ആവാനിട്ടാണ് കേട്ടോ. കണ്ട, ഗ്രാഫ്റ്റ് ചെയ്തതല്ല. വീഡിയോ ഒന്നും ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടിയാളം കാണുമല്ലോ. ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. പക്ഷെ എങ്ങനെയാണ് ഇതിൽ ഈ 2 തരം ചെമ്പരത്തി ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരു 2 തട്ടിലെ ചെമ്പരത്തി ഇടുക ഒന്ന്. ഇത് ഇതാണെങ്കിൽ ഇവിടെ ഇപ്പുറം ഇത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഈ ചെമ്പരത്തി ഉണ്ട്. ഇത് ഇപ്പോൾ ഒരു ബക്കറ്റിലാണ് ഇല്ലേ. ആ ചെമ്പരത്തി ഈ 5 ഇതളിലെ ചെമ്പരത്തിയാണ്. അതിൻ്റെ പൂ തട്ടിയോ എങ്ങനെയെങ്കിലാണോ എന്നറിയില്ല ഇതായത്. ഗ്രാഫ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാവലുണ്ട് നമുക്കറിയും. പക്ഷെ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്കതൊരു അത്ഭുതമുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. കണ്ട, കളറ് വ്യത്യാസമൊന്നുമില്ല, കളറെല്ലാം സെയിം തന്നെയാണ്. ഇതൊന്നും അങ്ങനെയെങ്കിൽ ആയതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ട, അപ്പം എന്ന് വെച്ചാൽ ആരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ചെടി നിങ്ങളിപ്പോൾ എവിടെയും കാണലുണ്ടോ? ഹനുമാൻ കിരീടമെന്ന് നമ്മളിതിനെ പറയല്. കാണലുണ്ടോ? ആടെയുണ്ട്. നമ്മൾ ഓണത്തിന് പൂവിടാൻ ഉപയോഗിക്കുന്നതാണിത്, ഹനുമാൻ കിരീടം. പണ്ട് ഇത് അധികം വീട്ടുവളപ്പിലും ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ വേരും ഒന്ന് എങ്ങനെയാണ് ഇത് പോകുന്നത് അറിയാം. നമ്മൾ കുറേ കുത്തി കളഞ്ഞിട്ടും ഇതിങ്ങനെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മളിങ്ങനെ കുത്തിക്കളയില്ല, കാരണം നമ്മൾ പൂവിടാൻ ഇത് ഉപയോഗിക്കുന്നതാണ്. കണ്ട, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടോ എൻ്റെ ഭംഗി കണ്ട? 2 കളറാണ് കാണുന്നത് ഇതിന്. കണ്ട, ഇത് ഓർത്ത് ഇത് മൊട്ടാണ്. ഫോക്കസ് ആവാത്തൊരു പ്രശ്നമുണ്ട്. ഇത് മൊട്ടാണ്. അതിൻ്റെ മുട്ടി വിരിഞ്ഞുണ്ടാവുന്ന പൂ. ഈ ചെടി ഇപ്പം അങ്ങനെ ഒരു കാണലില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. നിങ്ങളങ്ങോട്ട് ഈ ചെടി ഉണ്ടെങ്കിൽ ഇതിനെന്ന പേര് പറയാമെന്നു അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തോട്ടാ. നമ്മളിങ്ങോട്ട് ഇതിനെ ഹനുമാൻ കിരീടം എന്ന് പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ല. കണ്ട,
ഒരു കിരീടം കണക്കെ തന്നെയുണ്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.